എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം തിരുവോണം നക്ഷത്രക്കാർക്ക് ആശ്വാസത്തിന്റെയും പുരോഗതിയുടെയും ഒരു വർഷമാണ് വരുന്നത്. ജൂൺ 2-ന് വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് സവിശേഷമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലി മാറ്റമോ സ്ഥലം മാറ്റമോ പ്രമോഷനോ ഈ വർഷം ലഭിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. ജൂൺ 2-ന് വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നതോടെ പലവിധ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും. കൂടാതെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പങ്കാളിയെ ലഭിക്കാനും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സ്ഥിരമായ നിക്ഷേപത്തിലൂടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകണം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. വിവാഹം കഴിക്കാത്ത തിരുവോണം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ജൂണിന് ശേഷം പെട്ടെന്ന് അവർക്ക് വിവാഹത്തിന് തീരുമാനമാകും. സ്വന്തമായി വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് ഈ വർഷം അതിന് സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം വിദേശയാത്രയ്ക്കും തീർത്ഥാടനത്തിനും പോകാൻ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. അത് അനുകൂലമായ കാലഘട്ടമാണ് ഈ വരുന്നത്. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രയാസങ്ങൾ കാണുന്നില്ല. എങ്കിലും കാലുകൾക്കും സന്ധികൾക്കും ഉള്ള വേദന അല്പം പ്രയാസമുണ്ടാക്കിയേക്കാം. ഈ വിഷുവർഷം അനുകൂലമാകാൻ തിരുവോണ നക്ഷത്രക്കാർ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യണം. ശനിപ്രീതി അത്യാവശ്യമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക, എള്ളുകഴി കത്തിക്കുക, പിന്നെ ശാസ്ത മന്ത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ചന്ദ്രപ്രീതി അത്യാവശ്യമാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകമോ ജലധാരയോ നടത്തി പ്രാർത്ഥിക്കുക. മൃത്യുഞ്ജയ ഹോമമോ ഐക്യസൂത്ര പുഷ്പാഞ്ജലിയോ ഇവയൊക്കെ നടത്തുക ഏറ്റവും നല്ല ഗുണകരമായ അവസ്ഥ വരും. വ്യാഴാഴ്ച ഭജനം അത്യാവശ്യമാണ്. കാരണം ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂലമാകാൻ ഈ വ്യാഴഭജനം അത്യാവശ്യമാണ്. വിഷ്ണു ക്ഷേത്രം നടത്തി അവിടെ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസം മഞ്ഞപ്പട്ടി എന്നിവ സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുക. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും വാങ്ങി നൽകുക. അവർക്ക് എല്ലാവിധ സഹായവും നൽകാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. ഇത്രയൊക്കെ ചെയ്താൽ ഈ വിഷുവർഷം നിങ്ങൾക്ക് അനുകൂലമായി വരും. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം അവിട്ടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ കഠിനാധ്വാനം ആവശ്യമായി വരും. എന്നാലും ജൂൺ 2-ലെ വ്യാഴമാറ്റം വലിയ ആശ്വാസവും നേട്ടങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലമാറ്റമോ പ്രമോഷനോ ഈ വർഷം പകുതിയോടെ നടക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ജൂൺ 2-ലെ വ്യാഴമാറ്റം നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരും. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുവഴി ലാഭം വർദ്ധിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. മറ്റുള്ളവർക്ക് വലിയ തുക കൊടുക്കുന്നത് ഒഴിവാക്കുക. ഈ വർഷം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വിവാഹം ജൂണിന് ശേഷം നടക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. സ്വന്തമായ വീട് ഈ വർഷം നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
ഇപ്പോൾ ഉള്ള വീട് പുതുക്കി പണിയാനും ഈ വർഷം സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ ഈ വർഷം സാധിക്കുക തന്നെ ചെയ്യും. വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ പ്രയാസങ്ങൾ കാണുന്നില്ല എങ്കിലും രക്തസമ്മർദ്ദമോ ഉദര സംബന്ധമായോ പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധ പുലർത്തണം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ. ഈ വിഷുവർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പരിഹാരങ്ങൾ ചെയ്യണം. കുജപ്രീതി അത്യാവശ്യമാണ്. ചൊവ്വാഴ്ച പോയി ശ്രീ മുരുകസ്വാമിക്ക് പാലഭിഷേകമോ ഭസ്മ അഭിഷേകമോ നടത്തുക, നാരങ്ങമാല സമർപ്പിക്കുക. ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം, എള്ളുകിഴി എന്നിവ നടത്തുക. ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുക, ശനി മന്ത്രം ജപിക്കുക. വ്യാഴമാറ്റം അനുകൂലമായി വരാൻ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തുക. വിഷ്ണു സഹസ്രനാമവും നിത്യവും ജപിക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എന്നിവ വാങ്ങി നൽകുക. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും, സമ്പത്ത് വർദ്ധിക്കും. ഇത്രയൊക്കെ ചെയ്താൽ ഈ വിഷുവർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ചതയം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ കുറിച്ച് നോക്കാം. 2026 വിഷുഫലം ചതയം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളുടെയും വഴിത്തിരിവുകളുടെയും ഒരു വർഷമാണ് വരുന്നത്. ശനിദോഷം മൂലം ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ജൂണിലെ വ്യാഴമാറ്റം നിങ്ങൾക്ക് വലിയ ആശ്വാസവും ഭാഗ്യങ്ങളും നൽകും. ജോലിയിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഈ വർഷം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ജോലി മാറ്റം തീർച്ചയായും ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ഈ വർഷം നിങ്ങൾക്കുണ്ടാകും. വ്യാഴം ജൂൺ 2 കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് പലവിധ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിച്ചു തുടങ്ങും. പങ്കാളിത്ത ബിസിനസ്സിലൂടെ നല്ല ലാഭം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ജൂണിന് ശേഷം നല്ല അനുകൂലമായ സമയമാണ്. ആർക്കും വലിയ തുക കടം കൊടുക്കരുത്, അല്ലെങ്കിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. വിവാഹം കഴിക്കാത്തവർക്ക് അനുകൂലമായ വിവാഹം ഈ വർഷം പ്രത്യേകിച്ച് ജൂണിന് ശേഷം നടക്കാൻ വളരെയധികം സാധ്യത കാണുന്നു. സ്വന്തമായി വീട് നിർമ്മിക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. ഭൂമി വാങ്ങാനും സ്വർണത്തിൽ നിക്ഷേപം നടത്താനും ഈ വർഷം സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി വിനോദയാത്രയ്ക്കോ തീർത്ഥാടനത്തിനോ പോകാൻ അവസരം നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഉദര സംബന്ധമായോ സന്ധി സംബന്ധമായോ പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധ വേണം. ഈ വിഷുവർഷം ഇവർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യണം. രാഹുപ്രീതി അത്യാവശ്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നാഗക്ഷേത്രങ്ങളിൽ പോയി നൂറും പാലും നടത്തുക, നാഗദൈവ ഭജനം നടത്തുക. ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്, ചെയ്യണം. ശനിയാഴ്ച പോയി ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം എള്ളുകിഴി വഴിപാട് നടത്തുക. ഇത് ശനിദോഷം കുറയ്ക്കും. വ്യാഴമാറ്റം അനുകൂലമാകാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക, ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തുക, മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. ഇവയൊക്കെ നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകാൻ മറക്കരുത്. ഇതാണ് ഏറ്റവും അനുകൂലമായി വരുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ദൈവങ്ങളുടെ ഉണ്ടാകും. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും വാങ്ങി നൽകുക എന്നത്. ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വിഷുവർഷം അനുകൂലമായി വരും. ഇന്ന് വേണ്ട എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.